ആദ്യം അപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചക്ക, പിന്നെ അത് കഴിഞ്ഞ് തേങ്ങാപ്പാലിലേക്ക് നമ്മൾ കുറച്ച് റവ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ശർക്കര നീര്, പിന്നെ ഏലക്ക പൊടിച്ചതും കുറച്ച് കാഷ്യൂസും. പിന്നെ ആദ്യം നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഉരുകി വന്നിട്ട് നമ്മളതിക്ക് നമ്മൾ മാറ്റി വെച്ചേക്കണ ആ ചക്ക അരച്ചത് നമ്മളതിക്ക് ആഡ് ചെയ്യുക, പാനിലേക്ക് ആഡ് ചെയ്യുക. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ 4 സൈഡിൽ നിന്നും നന്നായി ഇളക്കി കൊടുക്കണം. അടി പിടിക്കാത്ത രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാലും റവയും കൂടിയും ഒഴിച്ചത് അതിക്ക് മിക്സ് ചെയ്യുക. പിന്നെ അത് ഇളക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശർക്കര നീര് ഒഴിച്ചു. നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ. നെയ്യിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളോട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെയ്യും കൂടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. അതിനുശേഷം അത് നന്നായിട്ട് എല്ലായിടത്തേക്കും എത്തണ പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ശർക്കര നീര് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചു. എന്നിട്ട് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു ബ്രൗൺ കളർ കിട്ടുന്ന പോലെ നമ്മൾ വയ്ക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഏലക്ക പൊടിച്ചതും നട്ട്സും കൂടി നമ്മൾ അതിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ഇളക്കി എല്ലായിടത്തേക്കും എത്തണ പോലെ സെറ്റാക്കുക. ഇങ്ങനെ കുറുക്കിയ പോലെ